ഹലോ ഗൈസ്, വെൽക്കം ടു സെക്കൻഡ് ഡേ ഓഫ് സലാല. ഇപ്പോൾ സമയം 12 മണി. നമ്മളൊരു ബീച്ചിലുള്ളത്. അപ്പോൾ ക്ലൈമറ്റ് വളരെ അനുകൂലമായതുകൊണ്ടാണ് നമ്മൾ ബീച്ചിലേക്ക് വന്നത്. നമ്മൾ പോർട്ട് സൈഡിലുള്ളൊരു ബീച്ചിലുള്ളത്. എൻ്റെ ബാക്കിൽ കാണുന്ന പോർട്ടിലാണ് മിസൈൽ വീണത്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ കാർഗോ ഷിപ്പ് കാണാം. കുറേ കാർഗോസ് ഇപ്പോൾ ഹോർമോസൊക്കെ ഓപ്പൺ ആക്കിയപ്പോൾ കുറേ ഷിപ്പും കാര്യങ്ങളൊക്കെ സാധനങ്ങളായിട്ട് പോകുന്നുണ്ട്. ഫസ്റ്റ് ഓപ്പൺ ആക്കിയപ്പോൾ 50 ഇന്ത്യൻ ഷിപ്പ് തന്നെ പോയി എന്നാണ് ന്യൂസ്. അപ്പോൾ അത്രയും കാർഗോസും കാര്യങ്ങളും സീ ഫ്രൈറ്റ് വഴി ഇഷ്ടം പോലെ പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ച നമുക്കിങ്ങനെ കാണാം. കടൽ ഭയങ്കര ശാന്തമല്ല, ഭയങ്കര കാറ്റും തിരയൊക്കെ ഉണ്ട്. ഭയങ്കര പീസായിട്ടുള്ളൊരു ഏരിയയാണ്. ഇവിടെ പണി നടക്കുന്നുണ്ട്. ഖരീഫ് സീസണോടനുബന്ധിച്ചിട്ട് ഇവിടെ കുറേ കഫേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു വൈബ് ഏരിയ ആക്കാനാണ് ഇവിടെ പരിപാടി. That was good. അപ്പോൾ ഗൈസ്, നമ്മൾ ലഞ്ച് കഴിക്കാൻ വന്നിട്ടാണ്. ഇന്ന് ചിക്കനും മട്ടനൊന്നും അല്ല, ഇന്ന് നമുക്ക് ഫിഷ് കഴിക്കാൻ വിചാരിച്ചു. ഫിഷ് സ്പെഷ്യൽ. അപ്പോൾ നമ്മൾ നമ്മുടെ പോർട്ടിൻ്റെ സൈഡിൽ തന്നെ ഉള്ളൊരു ഫേമസ് ഫിഷ് റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് ട്രീറ്റാണ്, അതുകൊണ്ട് തന്നെ കഴിക്കാൻ ആവേശമാണ്. അപ്പോൾ ഞാൻ അത്ര വലിയ മീൻ പ്രേമിയൊന്നും അല്ലെങ്കിൽ കൂടി നമുക്ക് ട്രൈ ചെയ്യാം. പുതിയ സ്പൈസസ്, പുതിയ ഡിഷസ് ഫിഷിൻ്റെ എന്തായാലും നമുക്ക് കഴിക്കാം. കമോ. നമുക്ക് നമ്മുടെ സാധനം വന്നു. ഇതിൻ്റെ പേരെന്താ? ഫിഷ് മഗ്ലി. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത കുറച്ച് ചോറ് എടുത്തിട്ട് നമ്മൾ ഈ സുപ്രയ്ക്ക് ഇടണം. സുപ്രയിൽ ഇട്ടിട്ടാണ് കഴിക്കണത്. കുറച്ച് മീൻ ഇതൊന്ന് എടുക്കാം. എന്ത് മീനാണെന്നറിയോ? എന്ത് മീനാണെന്നറിയില്ല. കുറച്ച് മീൻ അതിന് എടുക്കുക, എന്നിട്ട് ഇതിലിങ്ങനെ മിക്സ് ചെയ്യുക, എന്നിട്ട് ഈ സോസ് ഒഴിക്കുക. ഇത് ഫ്രഷ് ഫിഷാട്ടോ, ആ കടലിൽ നിന്ന് ഇപ്പോൾ പിടിച്ചോടുന്നതാണ്. പക്ഷേ ഫ്രഷാണ്. വേറെ ടേസ്റ്റ് കഴിച്ചു. അങ്ങനെയുണ്ട്. ആ അടിപൊളിയാ. ഇത് വേറെ ഒരു സ്റ്റീം ചെയ്തിട്ട് സാധനം ഇതോ? വേറെ ഫിഷാ? ഇത് വേറെ ഫിഷാണ്. ഇതിൽ കൂട്ടി കഴിക്കും. അതിൽ കൂട്ടി കഴിക്കുന്നുണ്ട്. ഓക്കെ, ഇതിൽ കൂട്ടി കഴിക്കണമെന്നാണ് പറയുന്നത്. വെജിറ്റബിളിൻ്റെ കൂടെ ഉണ്ട്. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇവിടെയുള്ള ഫിഷുകളുടെ പേരൊന്നും നമുക്കറിയില്ല. അതാണ് ഒരു പ്രത്യേകത. പേരറിയാത്ത ഫിഷ് കഴിക്കുക, നല്ല ടേസ്റ്റ് ഉണ്ട്. ഗൈസ്, ഞാനായിട്ടൊന്നും പറയുന്നില്ല, നിങ്ങൾ തന്നെ കണ്ടു നോക്ക്. നമ്മൾ ഇന്നലെ ജബൽ അയ്യൂബ് പോയി. ഇത് ജബൽ സംഹാനാണ്. ഇവിടെയാണ് ഏറ്റവും ഫോഗും തണുപ്പും ഒക്കെ കൂടുതൽ. കുറച്ച് ഹെവിയാണ്. നമുക്ക് റോഡൊന്നും ഓൾമോസ്റ്റ് കാണുന്നില്ല ഫോഗ് അടിച്ചിട്ട്. ഇത് നോക്ക്, നൈസ് ഫോട്ടോഗ്രീൻ സീനറിയാണ്. ആ ലാൻഡ്സ്കേപ്പ് തന്നെ ശ്രദ്ധിച്ചാൽ മതി. കുറച്ചുകൂടി ഇരുട്ടാണെങ്കിൽ ഹൊറർ മൂഡിനുള്ള ഒരു സെറ്റപ്പ് തന്നെ ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് വീട്ടിൽ ഒരുങ്ങി ഷോക്കേസിൽ വെക്കാൻ ആസ്തെറ്റിക് കല്ലുകൾ വേണം. എന്തുകൊണ്ടാണെന്നറിയില്ല, ഇവിടെ നിറച്ച് ഇതേപോലത്തെ പല രൂപത്തിലുള്ള കല്ലുകളുണ്ട്. ഇതൊന്ന് കഴുകിയും എനിക്ക് വീട്ടിൽ വെച്ചാൽ കറക്റ്റ് ആസ്തെറ്റിക്കാണ്. കണ്ട, എല്ലാത്തും നല്ല മൂർച്ചുണ്ടോ. ഒന്ന് വീണ കഴിഞ്ഞാൽ തീർന്നു, അതിൻ്റെ മേലേക്ക് സ്പോട്ടിൽ തീർന്ന്. ാണ് നമ്മൾ ഇദ്ദേഹത്തെ കണ്ടുമുട്ടാനിടയായത്. നമുക്ക് ബാക്കി കാര്യങ്ങൾ ഇദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം. എത്ര കാലമായി ഇവിടെ? റിപ്ലൈ ഒന്നുമില്ല. ഭയങ്കര അത്ഭുതമാണ്. ഇത്ര അടുത്തുനിന്ന് ഒരു ഒട്ടകത്തിനെ കാണുന്നത് ആദ്യമായിട്ടാണ്. മാഷാ അല്ലാ. ഒരു ഫോട്ടോ അതൊന്നും എടുത്തരാ. ഇന്ന് ഫോട്ടോ ഒട്ടകത്തെ ക്രൂരമായി പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് താങ്കൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാ ഒരു ഒട്ടകത്തെ ഓടിച്ചിട്ട് നടന്നു വരുന്നത്.
ചോദിച്ചാൽ പറയൂ അത് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയാന്ന് പറയൂ. പക്ഷെ അതല്ല, ഇത് വേറെന്തോ. അത് ആ ഒട്ടകം പേടിച്ചപ്പെടുത്തി. ദേശീയ ഭക്ഷണം ഇതാ ഗൈസ്. ഒട്ടകങ്ങൾ ഒരു സൈഡിൽ വരിയായി, ആടുകൾ മറ്റൊരു സൈഡിൽ കൂട്ടമായി. അപ്പോൾ ഗൈസ് നമ്മൾ ജബൽ സിംഹാൻ്റെ ടോപ്പ് വ്യൂവിലുള്ളത്, വ്യൂ പോയിന്റിലുള്ളത്. അത് നല്ല ഡീപ്പാണ്, അടിയിൽ കടലാണ് കേട്ടോ. നമുക്ക് അവിടെ നിന്ന് വരുമ്പോൾ തന്നെ കാണാം നല്ല പീക്കിലാണ് നിൽക്കുന്നത്. ഇപ്പം മേഘങ്ങൾ മൂടിയേക്കാണ്, അതിൻ്റെ അടിയിൽ കടലാണ്. ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കാണുന്നത് ഒരു മേഘം. നമ്മളിപ്പോൾ നാട്ടിൽ രാമക്കൽമേടൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ കാണും, മേഘങ്ങളൊക്കെ മൂടിക്കണത് കാണും. പക്ഷേ അതിൻ്റെ അടിയിൽ നേരെ കടൽ, അതൊരു പ്രത്യേക വൈബ് തന്നെയാണ്. അതിവിടെയാണ് കാണാൻ പറ്റുക. ഇപ്പോൾ ഇങ്ങോട്ടെത്തിയപ്പോൾ കോട മാറി മഴ ചാറുന്നുണ്ട്. മഴ ഒന്നുകൂടി നന്നായിട്ട് പെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി രസമായിരിക്കും. അപ്പോൾ ഇപ്പോൾ കോട പോയി, ഇവിടുത്തെ കോട പോയി. നമ്മൾ വരുന്ന വഴിക്കാണ് കോട ഉള്ളൂ. പക്ഷേ ഇവിടെ മേഘം, അത് വേറൊരു പ്രത്യേക തന്നെ ഒരു വ്യൂ ആണ്. മാഷാല്ലാ. എന്താണ് പറയാനുള്ളത്? അടിപൊളി വ്യൂ ആണ് ഇവിടെ. പക്ഷെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്, വലുതായിട്ട് മഴകളൊന്നുമില്ല. നമ്മളത് എക്സ്പെക്ട് ചെയ്തിട്ട് വരരുത്. ഓക്കെ, അത്രേ ഉള്ളൂ. അതെ. അടുത്താള് വാ. എന്താണ് ഈ ഒരു വ്യൂവിനെ പറ്റിയിട്ട് പറയാനുള്ളത്? അടിപൊളി എക്സ്പീരിയൻസ്, ഒരു രക്ഷയില്ല. വരിക എക്സ്പ്ലോർ ചെയ്യാം, വീഡിയോ ചെയ്തിട്ട് കാര്യമില്ല. വരിക എക്സ്പ്ലോർ ചെയ്യാം. പോയി വരാം, ഗ്രൂപ്പായിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാം പോയി കാണാം. പോയി വരും. വാക്കുകൾ കിട്ടാത്ത അവസ്ഥയിലോട്ടായി. അതെ അല്ലേ? ഇത്രയും സൗന്ദര്യമായ പ്രകൃതിയെ കാണുമ്പോൾ അതെ. കുളിര്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ട്രിപ്പിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇതൊക്കെ വ്യൂ ഒക്കെ കാണാൻ എന്തെങ്കിലും പ്ലാൻ മനസ്സിൽ വരുന്നുണ്ടോ? ഒരുപാട് പ്ലാനുകളുണ്ട്. ഓക്കെ, നമ്മൾ വെറും ഒരു യാത്ര ആയിരിക്കില്ല, അതെ, നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ഗ്യാരണ്ടി ആയിരിക്കും. അതെ. എന്താണ് ഈ ഒരു വ്യൂവിനെ പറ്റിയിട്ട് പറയാനുള്ളത്? ചോദിച്ചാൽ വെരി നൈസ് വ്യൂ. വെരി നൈസ് വ്യൂ. ഓക്കെ, വെരി നൈസ് ക്ലൈമറ്റ്. സ്വന്തമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ്? സ്വന്തമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എന്ന് ചോദിക്കുമ്പോൾ ആദ്യമായിട്ടാണ് ഈ സ്ഥലത്തേക്ക് വരുന്നത്. കലാലേക്ക് കുറേ പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഈ ജബലിലേക്ക് വരുന്നത്. ഓക്കെ, ഒപ്പീനിയൻ ടോപ്പിലാണ് ഇപ്പോൾ നമ്മളിരിക്കുന്നത്. നമ്മൾ ആ വേലി ആക്ച്വലി അത് ചെയ്യാൻ പാടില്ല, പക്ഷേ നമ്മളിതാ ഇവിടെ നിന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാരിയറൊന്നും ഇല്ലാണ്ട്. സ്ലിപ്പായാൽ പോയതാണ്. പക്ഷേ ഇതാണ് അതിൻ്റെ വ്യൂ, ഇതാണ് അതിൻ്റെ എക്സാക്റ്റ് വ്യൂ, ഇതാണ് അതിൻ്റെ ഒരു നാച്ചുറൽ ബ്യൂട്ടി. അപ്പോൾ വരുന്നവരൊക്കെ കെയർഫുള്ളാവുക, എൻജോയ് ചെയ്യുക, സ്വന്തം സേഫ്റ്റി നോക്കുക. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളുള്ളത് താക്ക വ്യൂ പോയിന്റിലാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ നേരെ അടിയിൽ കടലാണ്. വളരെ അഗ്രസീവായ ഒരു കടലാണ്. ആ തിരമാലൊക്കെ കണ്ടറിയാം, ഭയങ്കര ഫോഴ്സിലാണ് തിരയൊക്കെ വരുന്നത്. ഭയങ്കര കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട്, എന്നാൽ ഒരു പേടിയുണ്ട് കാണുമ്പോൾ. എന്താണ് പറയാനുള്ളത്? ഇവിടെ നല്ല വ്യൂ ആണ്. അവിടെ കുറെ തെങ്ങുകളൊക്കെ നമുക്ക് കാണാം. അടിപൊളി, നൈസ് വ്യൂ. കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ഒന്നും എക്സ്പ്ലോർ ചെയ്യാം. ഇവിടെ വരിക, എക്സ്പ്ലോർ ചെയ്യാം, പോയി വരാം, എക്സ്പ്ലോർ ചെയ്യാം, വരൂ. ആക്ച്വലി അസ്ലം യൂണിവേഴ്സിന്റെ ബ്ലോഗാണ്, ഇടയ്ക്കിടയ്ക്ക് പോയി വരാൻ മാത്രം മെസ്സേജ് ചെയ്യരുത്. ഇയാളെ ബ്ലോഗ് എന്തായാലും കാണാം, തീർച്ചയായും കാണണം. അടിപൊളിയാണ്. എന്താ നിങ്ങൾക്ക് പറയാൻ? രണ്ടാമത്തെ ദിവസം എന്റെ ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്ത് തോന്നുന്നു ഈ ഒരു? വളരെ അഗ്രസീവാണ്. പിന്നെന്താ പറയാ, അവിടെ കഴിഞ്ഞു എന്താ പറയാ, വളരെ അഗ്രസീവായിട്ടുള്ള കടലിലാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത്. ഇപ്പൊ നാലാമത്തെ ആളാ പറയണോ? വളരെ ശാന്തമില്ലാത്ത കടലിലോട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ? അല്ല വിചാരിക്കും ഞങ്ങൾ പഠിച്ചു പറഞ്ഞാണെന്ന് വിചാരിക്കും. പക്ഷേ വളരെ മനോഹരമായിട്ടുള്ളൊരു സായാഹ്നം. ഇപ്പോൾ ഇവിടെ എത്രയായി സമയം? 6:30. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഒരു സുബൈക്ക് വന്ന പോലെ. സുബൈക്ക് നമ്മൾ വരാറില്ല, വേറെ കാര്യം. എന്നാലും സുബൈക്ക് വന്നൊരു ഫീൽ. സലാല എവിടേക്ക് വന്നാലും ഈ സ്പോട്ടിലെത്തുമ്പോൾ മലയാളികൾ നിർത്തും. ചക്ക, മാങ്ങ, തേങ്ങ, നേന്ത്രപ്പഴം, റോബസ്റ്റ്, റംബൂട്ടാൻ, പപ്പായ, പേരക്ക, എല്ലാം നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും കിട്ടും.
ഫ്രൂട്ട്സ് ആയിക്കോട്ടെ വെജിറ്റബിൾ ആയിക്കോട്ടെ ഒക്കെ ഇവിടെ കിട്ടും. അത് സലാലിൽ മാത്രമേ കിട്ടുള്ളൂ ഗൾഫിൽ. അപ്പോൾ എല്ലാവരും എന്താ പറയുക വാങ്ങാൻ ഇപ്പോൾ നാട്ടിലുള്ളവരിപ്പോൾ നാട്ടിൽ നിന്ന് പാർസൽ ഗൾഫിലേക്ക് വരുമ്പോൾ ഇതൊക്കെ പാർസലായിട്ട് കൊണ്ടുവരും. എന്നിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവർ ഇവിടെ വീണ്ടും ഒന്ന് മേടിക്കും. കാരണം മലയാളികൾ അങ്ങനെയാണ്. കണ്ടോ ഇതാ തേങ്ങക്ക് എന്താണ് റേറ്റ്? ചിരകിയ തേങ്ങ അല്ല, പൊടിച്ച തേങ്ങ, പപ്പായ, റോബസ്റ്റ്, നേന്ത്രപ്പഴം, ഡ്രാഗൺ ഫ്രൂട്ട്, ചിക്കു, ചാമ്പക്ക. അതാ ചാമ്പക്ക. അതേത് ചാമ്പക്ക? അത് വലിയ ചാമ്പക്ക. എല്ലാ സാധനവും ഇവിടെ കിട്ടും. ചക്ക തിന്നോക്ക്. ചക്ക എന്താ പണിയോ? വയറുവേദന ചിലപ്പോൾ വരും. ഒരു പരിപ്പില്ലേ? മധുരമുള്ള ചക്ക അല്ലേ? അത്ര മധുരല്ല. എവിടെങ്കിലും ഉറച്ചിക്കണു. മധുരണ്ടോ? മധുരല്ലേ? മധുരണ്ട്. പുളി തിന്നാൻ പോവാണ്. പുളി സെറ്റ്. കഴിക്ക പുളി. പുളിക്ക് ഭയങ്കര പുളി. പുളിക്ക് ഭയങ്കര പുളിയാത്ര. കഴിക്കും. ബ്ലോഗർമാർ കഴിക്കുന്നവരെ കേട്ടാ. ഇത് ബ്ലോഗർമാരെ കഴിക്കണ പോലല്ല, ആക്രാന്തം പിടിച്ചിട്ട് കഴിക്കൂലേ. ഫുഡ് കിട്ടാതെ കഴിക്കൂലേ, അങ്ങനൊക്കെയാണ്. ഇതോ പൂക്കിയാണോ ഈ? ചക്ക, മാങ്ങ, പഴം, പപ്പായ, എല്ലാവിധ ഐറ്റംസും ഇവിടുന്ന് മേടിച്ചിട്ടുണ്ട്. നമ്മൾ തിരിച്ചു പോവാണ്. ഇന്ന് രാത്രി തന്നെ തിരിക്കും. നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് ഉദ്ദേശിച്ച ലൊക്കേഷനിൽ എത്തുകയാണെങ്കിൽ ഒരു അടിപൊളി വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം പോകുന്ന വഴിക്ക്. കാരണം നമ്മളിപ്പോൾ വന്ന വഴിയല്ല പോകുന്നത്, തിരിച്ച് വേറൊരു വഴിയാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഉദ്ദേശിച്ച ഒരു ടൈമിൽ എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വ്യൂ കാണിച്ചു തരാം. അതൊരു അടിപൊളി വ്യൂ ആയിരിക്കും. എനിക്ക് നല്ല ഹൈ എക്സ്പെക്റ്റേഷൻ ഉണ്ട് ആ വ്യൂവിനെ പറ്റിയിട്ട്. അപ്പോൾ ഇവിടുന്ന് തെറിക്കുകയാണ്. നമ്മളിപ്പോൾ ഫ്രഷായി നിസ്കാരവും പരിപാടിയും എല്ലാം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മസ്കറ്റിലേക്ക് പോവാണ്. അപ്പോൾ അത് കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിച്ചു തരാം, അല്ലെങ്കിൽ നേരെ മസ്കറ്റിലേക്ക്. ഓക്കെ. അപ്പോൾ ഗൈസ് അൽഹംദുലില്ലാ നമ്മൾ തിരിച്ച് മസ്കറ്റിലേക്ക് എത്തി. അപ്പോൾ യാത്രയൊക്കെ അൽഹംദുലില്ലാ സുഖമായിരുന്നു. നമ്മൾ വിചാരിച്ച ടൈമിലെത്തി. അപ്പോൾ ഇത് എൻ്റെ ബെസ്റ്റ് ആൻഡ് ഫസ്റ്റ് ലോങ്ങസ്റ്റ് റോഡ് ട്രിപ്പാണ്. ഒരുപാട് എന്താ പറയുക ആസ്വദിച്ചു. കുറേ കാഴ്ചകൾ കണ്ടു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറേ സംഭവങ്ങൾ കണ്ടു. അപ്പോൾ ഇനി അടുത്ത വ്ളോഗായിട്ട് വരുന്നതായിരിക്കും. ബൈ.